അദ്ദേഹത്തിനോട് ഞങ്ങൾ ഇവിടെ ബ്രോഡ്വേയിൽ കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ വന്നിട്ട് എന്നെയും പിടിച്ചുകൊണ്ട് ഈ സാധനങ്ങൾ എൻ്റെ ഉണ്ട് വാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് കൊണ്ടുവന്ന് ഈ അടച്ച കട തുറന്നിട്ട് ഈ മനുഷ്യൻ ഇദ്ദേഹം മാലിപ്പുറത്താണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം വല്ലാത്തൊരു അനുഭവമാണ്. ഞങ്ങളെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്താൽ ആവുന്ന രീതിയിൽ ഉള്ള സഹായം ഞങ്ങൾ പറഞ്ഞു വൈകിട്ട് 7 മണിക്ക് വയനാട്ടിലേക്ക് ഒരു വണ്ടി പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ തുണികൾ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ കൊണ്ടുവന്ന് തരികയാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മോശം തുണികളില്ല തരരുത് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഇല്ല മോശം തുണികളൊന്നും തരില്ല, മോശം ഒരൊറ്റ ഒരു സാധനം തരില്ല. നൗഷാദേ നാണ്ടേ ഈ മനുഷ്യനെ എങ്ങനെ എന്താണ് പറയേണ്ടത്? ഈ മനുഷ്യൻ ഇതെന്താ ഇത് നോക്കിയേ, ചാക്കുകൾ കുട്ടികളുടെ ഡ്രസ്സുകൾ എന്താന്ന് വെച്ചാൽ തരാം, കച്ചവടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന സാധനമാണ്. ആ മനുഷ്യൻ അയാളുടെ അധ്വാനത്തിൽ നിന്ന് ഇത് ഈ ഒരു രീതിയിൽ വല്ലാതാണ്. ആ പിള്ളേരുടെ പാന്റുകൾ എന്ന് പറയാൻ വാരി വലിച്ചിടുന്നത് കണ്ടോ, വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനമാണ് ഈ മനുഷ്യൻ ഇത് തരുന്നത്, വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സാധനം ഈ മനുഷ്യൻ. നൗഷാദേ വീട് എവിടെയാ? മാലിപ്പുറത്ത്. ഇതാ നൗഷാദിന്റെ സ്വന്തമാണോ? എന്തായി ചെയ്യുന്നതെന്ന് നോക്കി മനുഷ്യൻ പാന്റ് ഇതെല്ലാം കൂടെ വലിച്ചു വാരി. എനിക്ക് വയ്യ ഇത്. അതെ ഇടുന്നവരിടട്ടെ എന്ന് പറയാം. അതിന്റെ പ്രൈസ് ടാഗ് പോലും എടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ നഷ്ടം വന്നാൽ എന്ത് ചെയ്യും? അല്ല ഇത്രയും കാശ് കൊടുത്ത് ഏത് ലാഭമാണ്? ഈ മനുഷ്യരെ സഹായിക്കുന്നതാണോ നിങ്ങളുടെ ഏറ്റവും വലിയ ലാഭം? ആണല്ലേ? കണ്ടോ, അതെ മനുഷ്യനെ സഹായിക്കുന്നതാണ് പുള്ളിയുടെ ലാഭം. ഇങ്ങനെ മനുഷ്യരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ ലാഭം എന്ന് വിചാരിക്കുന്ന കുറെ മലയാളികൾ, കുറെ മനുഷ്യർ, കുറെ മലയാളികൾ എന്ന് പറയരുത്, കുറെ മനുഷ്യർ നമ്മുടെ ഈ ഭൂമിയിലുള്ളത് കൊണ്ടാണ്. പണ്ട് ആരോ പറഞ്ഞൊരു കവിത പോലെ കള്ളനെ ഭൂമിയെ കട്ടുകൊണ്ട് പോകാത്തത് ഉറങ്ങാതിരിക്കുന്ന കുറെ മനുഷ്യരുള്ളത് കൊണ്ടാണെന്ന് പറയുന്ന പോലെ ഇതുമാതിരി ഉള്ള മനുഷ്യർ ഇത് നോക്കി ഇതെന്തായി പറയേണ്ടത്? എനിക്ക് ഈ ലൈവ് ഇട്ട് ഇതിനകത്ത് പ്രൊമോട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന പരിപാടി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള, പക്ഷെ ഇതെനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇത് ലൈവ് ചെയ്യുന്നത്. ഈ മനുഷ്യനെ കേരളം അറിയണത് പുള്ളി കഥയൊക്കെ തുറന്ന് അകത്തേക്ക് പോവുക. നിങ്ങളെ പ്രിയമുള്ളവരെ ഈ മനുഷ്യനെ എങ്ങനെയാണ് നമ്മള് അഞ്ജലി മാർക്കറ്റിംഗ് എന്നാണ് ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ളത്. ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഈ മനുഷ്യൻ. ഇപ്പോഴും തീർന്നിട്ടില്ല ഈ മനുഷ്യൻ. ഇങ്ങനെ അവിടെ നിന്ന് എടുത്തോണ്ടേ ഇരിക്കുക. എന്താ പറയേണ്ടത്? ഉടുക്കാനുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ ആവശ്യമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പം വസ്ത്രം ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ നിലമ്പൂർക്കും കൊടുത്തുവിടാനാണ് വയനാടും. എന്താ പറയാ നൗഷാദേ, നാണ്ടേ നാളെ പെരുന്നാളല്ലേ? നൗഷാദിനാണോ പെരുന്നാള്? അതെ എന്താ പറയാ ശരിക്കും നൗഷാദ് പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇപ്പോ അല്ലേ? ഇങ്ങോട്ട് നോക്ക് നൗഷാദേ, ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങള്, കേരളത്തിലെ 3.5 കോടിയോളം ജനങ്ങൾ കാണേണ്ട ഒരു കാഴ്ചയാണ്. അതാ ഇത് ഒരുപാട് പേർ ഇതിനേക്കാളും വലിയത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ലാഭം ഇതാണ്. ഈ തുണി ഇത് സഹായിക്കുന്നതാണ് എന്റെ ലാഭം എന്ന് വിചാരിച്ച് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുമ്പോഴാണ് പുള്ളി എന്താ പറയണ്ടേ? അതെ നൗഷാദ് മതി, ഒരുപാടായി. നൗഷാദ് കഥയൊക്കെ തുറന്നിട്ട് അതാ ഹലോ നൗഷാദേ, എന്താ പറയാ, നൗഷാദിന്റെ പെരുന്നാളാണ് നൗഷാദ് ആഘോഷിക്കുന്നത് സുഹൃത്തുക്കളെ.
നൗഷാദേ വേണ്ട അതുകൊണ്ട് അത് മൊത്തം എടുത്തോളെ. നോക്കൂ ചേട്ടാ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് വിഷമാണ്. ഇല്ല കുഴപ്പമില്ല, എനിക്ക് വിഷമമില്ലല്ലോ. അതല്ല നമ്മളിവിടുന്ന് പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല, മനസ്സിലാ. വേറെ പറഞ്ഞൊരു വേറെ നമ്മൾ ഇവിടെ പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെടുത്ത് തരുന്നതാണ്. നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നിങ്ങൾ ആരും ഈ കാണുന്ന ഒരാൾ ഇദ്ദേഹത്തിനെ മറന്നു പോകരുത്, അപേക്ഷയാണ്. നൗഷാദ് കൊച്ചിയില് ബ്രോഡ്വേയിലെ ഒരു 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 ഫുട്പാത്ത് കച്ചവടക്കാരനാണ്. അയാളുടേതായ എന്താ പറയാ എല്ലാ സമ്പാദ്യവും എന്താണ്ടേ ബ്രോഡ്വേയില് അദ്ദേഹത്തിന്റെ നമ്പറാണ്. അല്ല അദ്ദേഹത്തിന്റെ അല്ല, അല്ല അദ്ദേഹത്തിന്റെ നമ്പർ അല്ല, സോറി അദ്ദേഹത്തിന്റെ നമ്പർ അല്ല. ഇനിയും എടുത്തോണ്ടി. മതി മതി നൗഷാദേ, ടീഷർട്ട് ഇട്ടെടുത്ത് കുറച്ച് മതി നൗഷാദേ. ഇതിൽ കൂടുതൽ എന്ത് പറയുന്നത് ഇപ്പം നമ്മൾക്കാണ് സങ്കടമുള്ളത്. എങ്ങനെയാണ് ഇതിന് നന്ദി പറഞ്ഞു തീർക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ കണ്ടു കാലിയായി കൊണ്ട് വന്ന് ഓരോ കടയിലും കയറി ചോദിക്കുമ്പോ നമുക്ക് ഒരു പീസ് വസ്ത്രം തരാൻ ബുദ്ധിമുട്ടുള്ള മനുഷ്യരെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് 4 വലിയ ചാക്കുകള് നിറച്ച് നമുക്ക് തന്നിട്ടാണ്. ഒരു മനുഷ്യൻ നാളെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന് മുഴുവൻ ഇതും ഫുട്പാത്ത് കച്ചവടക്കാരനാണ് അദ്ദേഹം. നൗഷാദ് മതി മതി നൗഷാദേ, താങ്ക് യു. ഇത് കേരളത്തിലെ മുഴുവൻ ആളുകളും നൗഷാദിനോട് നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് നൗഷാദേ, ഒരുപാട്. ഓക്കെ, നൗഷാദ് മാലിപ്പുറമാണ്. ഞാന് ഇത് ഡ്രസ്സുകൾ ചോദിച്ചോണ്ടിരിക്കുമ്പോഴത്തേന് കുട്ടികളുടെ ഡ്രസ്സാണ് വേണ്ടതെന്ന് ചോദിച്ചു. എന്നിട്ട് വാന്ന് പറഞ്ഞു എന്നെയും കൂടെ കൂട്ടി. ഞങ്ങളൊരു 3-4 പേര്, ഞങ്ങളൊരു ഗ്രൂപ്പിൽ നിന്ന് ആപ്പടെ 4 പേരെ ഇങ്ങോട്ട് വന്നുള്ളൂ. ഞങ്ങളെ വിളിച്ചോണ്ട് വന്നിട്ട് കട തുറന്നിട്ട് ആവശ്യമുള്ള ഡ്രസ്സുകൾ നൗഷാദ് മതി എന്ന് പറഞ്ഞിട്ട് നൗഷാദ് തരിക. നൗഷാദ് പറയുന്നത് ഇടുന്നവരിടട്ടെ, എനിക്ക് ഒരു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്, അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഫോണിൽ ചാർജ് കുറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ ലൈവ് നിർത്തുകയാണ്.